ഈ അധമന്മാരായിട്ടുള്ള ഈ പാർട്ടി നേതാക്കന്മാരെ കളിക്കല്ലേ. 2006 പാർട്ടി എന്തായിരുന്നു എന്നുള്ളതും 2024 പാർട്ടി ഇന്ന് എന്താണ് എന്നുള്ളതും കൃത്യമായി നമുക്ക് ബോധ്യമാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നീ വിഷയത്തേക്ക് പോകാൻ ഒരു നേതാവും അത്ര മഹാനെന്നൊന്നും ഞാൻ പറയില്ല. കാര്യം എല്ലാവർക്കും അവരവരുടേതായ വീക്ക്നെസ്സും അവരവരുടേതായ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ ചില ആളുകൾ പറയും ഇപ്പൊ VS ഇപ്പം പൊതുരംഗത്ത് ഇല്ലാത്ത കാരണം VS ആയിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും വലിയ നേതാവെന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാനൊന്നും പറ്റില്ല. VS അച്യുതാനന്ദനൊന്നും അല്ല, അതിനേക്കാളൊക്കെ എത്രയോ പ്രഗത്ഭരും പ്രതിഭാശാലികളുമായിട്ടുള്ള നേതാക്കന്മാരെ കണ്ടിട്ടുള്ളതാണ്. VS ചെയ്തിട്ടുള്ള പ്രവർത്തികളൊന്നും അത്ര പുണ്യപ്രവർത്തികളൊന്നും ആയിരുന്നില്ല ചെയ്തത്. ഈ നിഷ്കരണം, ഈ വെട്ടിനിരത്തലും പാലക്കാടൻ തീക്കാറ്റും ഒക്കെ ഓർമ്മയുള്ളവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. MM ലോറൻസിനെ അടക്കം വെട്ടിനിരത്തിയതാണ് ഒരു ഘട്ടത്തിൽ. അതൊക്കെ വെറും അസംബന്ധങ്ങളാണ്. നമ്മളത് കണ്ണിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. VS അച്യുതാനന്ദൻ എന്ത് ചെയ്തു എന്നുള്ളത് കൊണ്ടാണല്ലോ 2006 VS അച്യുതാനന്ദന് വേണ്ടി 16 കണക്കിന് പാർട്ടി അണികൾ റോഡിലിറങ്ങി പോളിറ്റ് ബ്യൂറോയ്ക്ക് തന്നെ മാറ്റി VSനെ പിന്നെ മത്സരിപ്പിക്കാൻ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് ഫ്ലക്സ് വെക്കുന്നതൊന്നും അല്ല നേതാവ് വാഴ്ത്തിപ്പാടല്. അതിന് പ്രത്യേക ചില PR ഏജൻസികളും പ്രത്യേക ചില വക്താക്കളും പ്രത്യേക ചില ആളുകളുണ്ട്. അവരാരും പാർട്ടിക്കാരൊന്നും ആയിരുന്നില്ല. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇറങ്ങി ഫ്ലക്സ് വെച്ചിരുന്നവരൊന്നും പാർട്ടിക്കാരൊന്നും ആയിരുന്നില്ല. ഈ പറയുന്ന ആള് ജനങ്ങൾ കേൾക്കുമ്പോൾ എത്ര ചെറുതായി പോകുന്നുണ്ടെന്നുള്ളത് കേൾക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞാനിപ്പം എനിക്കിപ്പോൾ തർക്കിക്കാൻ വയ്യ, കാരണം എനിക്ക് ഇത്തിരി തൊണ്ടയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. VS അച്യുതാനന്ദനോട് കലിപ്പ് ഉള്ള ആളുകൾ അതിനൊന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് ആ ബുദ്ധിമുട്ട് തീർത്തോട്ടെ. VS അച്യുതാനന്ദനെ ചൊറിയുന്നത് കൊണ്ട് ചിലർക്ക് ഇച്ചിരി സുഖം കിട്ടുമെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ. സൂപ്പർ ജോക്ക്. അതുதான் சொன்னேன். ஆனா வெளியில யாரையும் சொல்லாதீங்க. ஓதப்பானுங்க. ஓதேரிக்கு நிறைய கிடைச்சிருக்கு. ചില പുത്തൻകൂറ്റ് CPM-കാർക്ക് കുറച്ച് സുഖം ചൊറിയുമ്പോ നമുക്കൊക്കെ ശരീരം ചൊറിയുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ. ആ സുഖം ചില പുത്തൻകൂറ്റ് CPM നേതാക്കന്മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കൊള്ളട്ടെ. ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ഏതാണ്ട് MM ലോറൻസിന്റെ ലെവലിലും എന്തോ രവീന്ദ്രനാഥിന്റെ ലെവലിലും ഒക്കെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഏതോ ഒരു പുത്തൻകൂറ്റുകാരൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ഈ വിളിച്ചു പറയുന്നത് ആ പുത്തൻകൂറ്റുകാരൻ വിളിച്ചു പറയുന്നതും ഞാൻ വിളിച്ചു പറയുന്നതും നാട്ടുകാർ കേൾക്കുന്നുണ്ട്. അവര് കേട്ടോട്ടെ, അവരത് കേട്ടിട്ട് അവർ തീരുമാനിച്ചോളട്ടെ. അച്യുതാനന്ദനെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾ കേൾക്കുമ്പോൾ ഈ പുത്തൻകൂറ്റുകാരൻ വെറും മൂട്ടയായി പോവുകയാണ്. ജനങ്ങളുടെ മുന്നിൽ ഈ പുത്തൻകൂറ്റുകാരൻ വെറും മൂട്ടയായി. പക്ഷേ ഈ പുത്തൻകൂറ്റുകാരന് VS അച്യുതാനന്ദനെ ചൊറിയുമ്പോൾ ഈ കൊതുകടിക്കുമ്പോൾ നമ്മൾ ചൊറിയുമല്ലോ. കൊതുകടിക്കുമ്പോൾ നമ്മൾ ചൊറിയുമ്പോൾ ഇതിന് സുഖം കിട്ടും. ആ സുഖം ഇയാൾക്ക് കിട്ടിക്കോട്ടെ. തൃശൂർ പൂരം തോറ്റ് തുന്നമ്പാട് മുതലാളി. എന്റെ തൃച്ചംബർ തപ്പ ഇതുപോലെ എന്റെ ആയുസ് കണ്ടിട്ടില്ല. വിഭാഗീയതയ്ക്ക് വിത്തുപാകിയാൾ എന്ന രീതിയിൽ അവതരിപ്പിച്ചതിനെയാണ് ഷാജഹാൻ ഇവിടെ ചോദ്യം ചെയ്തത്. ശ്രീ ജയരാജ്, താങ്കൾക്ക് പറയാനുള്ള അതൊന്നും പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത്? ഗ്രൂപ്പ് ഏതാ? ഓ, അങ്ങനൊന്നുമില്ല. എല്ലാ ഗ്രൂപ്പിന്റെ ജാഥയ്ക്കും പോകും. VS അച്യുതാനന്ദൻ വിഭാഗീയനാണെന്ന് പറയാൻ ഉള്ള യോഗ്യത ഇയാൾക്ക് എവിടുന്നാണ്? ഇയാൾ എവിടുത്തെ പാർട്ടിക്കാരനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ കുഴപ്പം, ഒരു വൃത്തികെട്ട സ്മെല്ല്. ഇയാൾ CPM-ന്റെ ആളായിട്ട് വന്ന് ഇരിക്കുന്നു എന്നുള്ളത് തന്നെ CPM-ന്റെ ജീർണതയുടെ ഏറ്റവും വലിയ തെളിവല്ലേ? ഏറ്റവും വലിയ തെളിവാണല്ലേ ഇയാൾ ഇവിടെ വന്നിരിക്കുന്നത്? ഇവനൊക്കെ ജനിച്ചതിന് ഇനി വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇയാളൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ CPM ഏറ്റവും ജീർണിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? ഇയാൾ ആരാണ്? ഈ ജയരാജൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. അത് മാത്രമല്ല ഇതിന് പേസ് കൊടുക്കണ്ടല്ലോ. ഏ കേസിലേക്കാണോ ഇയാളെ വിട്ടത്? ഇയാൾ ആരാണ്? ഇയാൾ ഏത് CPM-കാരനാണ്? ഇയാളാണ് ഇപ്പൊ CPM-ന്റെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: അന്തിമമായ ഒരു പോരാട്ടം വേണോ അതോ വിരട്ടി ഓടിച്ചാൽ മതിയോ?